നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു നല്ല ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതും ഞാൻ വായിച്ചതും പഠിച്ചതും അനുഭവിച്ച് അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 8 പോയിൻറ്റ്സുകളാണ്, 8 കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു നല്ല ഭർത്താവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കുറേ കൂടെ മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ അയക്കുക. അതുപോലെ തന്നെ ഇത് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ അതുവഴിയും നിങ്ങളുടെ കമൻസുകളും മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ്. ഒരു ഉത്തമ ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ രത്നച്ചുരുക്കമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് ഏറിയും കുറഞ്ഞുമൊക്കെ നമ്മളിൽ എല്ലാവരിലും തന്നെ ഉണ്ട്. അതിനെല്ലാം പുറമെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇതൊന്നും കേട്ടും പഠിച്ചും കിട്ടുന്ന കാര്യമല്ല. പഠിക്കുന്നത് നല്ലത് തന്നെ. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷമാണ് വണ്ടി പോയി ഓടിച്ചുള്ള റോഡ് ടെസ്റ്റും മറ്റ് കാര്യങ്ങൾ എച്ചെടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ലേണേഴ്സിൽ പഠിക്കും സിഗ്നലുകളെക്കുറിച്ചും റോഡ് നിയമങ്ങളെക്കുറിച്ചെല്ലാം. എന്തെല്ലാം പഠിച്ചാലും വണ്ടി ഓടിക്കുമ്പോൾ ബോധോദയത്തോടെ ആ ലേണേഴ്സ് ടെസ്റ്റിൽ നമ്മൾ പ്രയോഗിച്ച പാസ്സായ കാര്യങ്ങൾ ഫലപ്രദമാക്കിയാൽ നമുക്ക് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ അപ്പം പറയാറുള്ളൊരു വാക്കാണ് ലെസ് ലഗേജ് മേക്ക് കംഫർട്ട് മേക്ക് ട്രാവൽ എ പ്ലഷർ. അതായത് ട്രെയിനിൽ എഴുതി വച്ചിരിക്കുന്ന, ഞങ്ങളോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ചില കാര്യങ്ങളാണ്. അതായത് യാത്രയൊക്കെ പോകുമ്പോൾ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഗേജുകളൊക്കെ എത്രയും കുറഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കള്ളന്മാരെ പേടിക്കേണ്ട, അത് സൂക്ഷിക്കാൻ വേണ്ടി ടെൻഷൻ അടിച്ചിരിക്കേണ്ട, വല്ലവരും ഇതിൽ നിന്ന് കൊണ്ടുപോകുക എടുക്കുക എന്നുള്ള ഇതൊന്നും വേണ്ട. യാത്ര ചെയ്യാൻ അസൗകര്യങ്ങൾ കുറഞ്ഞിരിക്കും. ലെസ് ലഗേജ് മേക്ക് കംഫർട്ട് ടേക്ക് ട്രാവൽ എ പ്ലഷർ. അപ്പോൾ യാത്ര ആസ്വാദ്യകരമാക്കാനായിട്ട് സാധിക്കുമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഭർത്താവായിട്ട് മുന്നേറുന്ന വ്യക്തിയാണ്. ഒരു ഭർത്താവായിട്ട് ഒരുങ്ങുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇത് സാധിക്കും. ചിലരൊക്കെ പറയാറുണ്ട്, മടുത്ത് ബ്രദറെ, കുടുംബത്ത് ഇപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരെ വാട്സാപ്പിൽ ഒരു അമ്മ വിട്ട മെസ്സേജ് കേൾക്കുകയാണ് 2 മക്കളുടെയും കല്യാണത്തിൻ്റെ. അപ്പം മകൾക്കൊന്നും എത്ര കല്യാണം കൊണ്ടുവന്നിട്ടും കല്യാണം വേണ്ട. മകൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല, കല്യാണാലോചന വന്നിട്ടുണ്ട് 2 പേർക്കൊന്നും. അവൾക്ക് 2 വന്നിട്ടുണ്ട്, അവന് 1 വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരുടെ അഭിപ്രായം പറയുകയാണ്. പക്ഷേ അവരുടെ ഭർത്താവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ആകെ തലവേദനയാണ്. ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പലരെയും പഠിച്ചപ്പോൾ ആ ചെറുപ്പക്കാർ പറഞ്ഞത് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ജീവിക്കണവർ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ വലിയ ഗുണങ്ങളോ പ്രത്യേകത ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു മാതൃകയും കിട്ടുന്നില്ല, തലകീറുന്ന അവസ്ഥ. പിന്നെ എന്തിനാ ഈ നാടകം കളിക്കാൻ ഞങ്ങൾക്കും വയ്യ. പക്ഷേ ഇതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് ഞാനെങ്കിലും പാകത്തിന് ജീവിക്കും എന്ന് ജീവിച്ച് ആ മാതാപിതാക്കളെ പൊന്നുപോലെ ശരിയാക്കി നോക്കിയെടുക്കുന്ന മക്കളെയും എനിക്കറിയാം. ഇപ്പം എൻ്റെ അപ്പനായ കാലത്ത് കുടിച്ച് അടിച്ച് ഇടിച്ച് തകർന്ന് തരിപ്പണമാക്കി ഉള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെയുള്ള മോട്ടിവേഷനിലും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി തീർന്ന അപ്പൻ 15 വർഷം പുതുപുത്തൻ മനുഷ്യനായിട്ട് എന്നെ കണ്ട് നിങ്ങൾ പഠിക്കെന്ന് പറയുന്ന അപ്പനും അമ്മയുമായിട്ട് തീർന്ന് മാതൃകാ ദമ്പതികളായിട്ട് നല്ല പൈങ്കിളി പോലെ എല്ലാവരെയും കൊതിപ്പിക്കുന്നത് പോലെ ജീവിച്ച് കടന്നുപോയി. 15 വർഷം. മുൻ അനുഭവങ്ങൾ നേരെ വിപരീതമാണ്. അതെല്ലാം അറിഞ്ഞാൽ കേട്ടാൽ കല്യാണം കഴിക്കാതിരിക്കുന്നവർ വരെയും കല്യാണം കഴിക്കൂല. അത്രക്ക് തിക്ത അനുഭവങ്ങളായിരുന്നു. അതൊന്നും കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുകയല്ല, കല്യാണവും കഴിച്ച് ഇപ്പം മക്കളുടെ മക്കളിലേക്കുള്ള വഴികളിൽ ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും കല്യാണമൊന്നും കഴിക്കാതിരിക്കേണ്ട. കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നവരും ഓരോരുത്തർക്കും ഓരോ കൃപയാണ്. അതുപോലെ
ഓരോരുത്തർക്കും ഈ ജീവിതമാകുന്ന ഈ വിരുന്നിൽ വിളമ്പുന്ന വിഭവങ്ങൾ വ്യത്യസ്തമാണ്. അത് നമ്മൾ ഓരോരുത്തരും തന്നെ പൂരിപ്പിക്കണം. അവിടെ വേറെ ആരും ഗോളടിച്ചിട്ടോ വേറെ ആരെയും നമ്മൾ മോഡലാക്കിയിട്ടോ ഡയലോഗ് പറഞ്ഞിട്ടോ കമ്പയർ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സമയാസമയങ്ങളിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നല്ലൊരു വിവാഹ ജീവിതം നയിക്കാൻ ഒരുങ്ങുന്നവർക്കും വിവാഹ ജീവിതം ഇത്രയും വർഷം ജീവിച്ചിട്ടും ഒരു ശോഭനമായ അല്ലെങ്കിൽ ശുഭകരമായ ഉത്തമ ഭർത്താവാകാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ 8 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പങ്കിടുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് അവസരോചിതമായ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും പ്രകടിപ്പിക്കുക. ഇത് നമ്മുടെ ഭാര്യ ജീവിത പങ്കാളി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഭാര്യ മാത്രമല്ല, ഒരു കച്ചവടത്തിലായാലും ബിസിനസ്സിലായാലും മറ്റ് സൽക്കർമ്മങ്ങളിലായാലും എല്ലാവരും പറയുമ്പോൾ പറയും, ഓ നന്ദിയൊന്നും വേണ്ട കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഓർത്തല്ല. അല്ലെങ്കിൽ പറയും, ഓ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല, ഒന്ന് പറയാമായിരുന്നെന്ന് പറയും. അപ്പോൾ ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ നന്ദി പറയുന്ന അഭിനന്ദിക്കുന്ന സ്വഭാവം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒത്തിരി വൈകാരികമാണ്. അതുകൊണ്ട് അവരിത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവർ ചെയ്യുന്ന അവസരോചിതമായ രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും അഭിനന്ദനങ്ങളും കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദിയൊക്കെ നമ്മൾ പ്രകാശിപ്പിച്ചാൽ, ഭാര്യയെ നന്ദി എന്നും പറഞ്ഞൊന്നും പറയണ്ട. ഒരു ഇപ്പോൾ കറിയൊക്കെ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ടുണ്ട്, സാധാരണ വെക്കുന്നതിലും കൊള്ളാം, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ഒരു ഭാര്യ ഒരിക്കൽ ഭർത്താവിനോട് ചോദിച്ചു കറി എങ്ങനെയുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ചോദിച്ചു, എന്താ കേട്ടില്ലേ, കറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, ഉപ്പും പുളി എരിവൊക്കെ ഉണ്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ തിന്നണേന്ന്. എന്നാൽ അത്ര പോലും ഒന്ന് നല്ലതാണെന്നുള്ളൊരു വാക്കാ തിരുവായിന്ന് കേൾക്കാൻ ആ പാവം കഷ്ടപ്പെട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് പകരം നല്ലതായതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ കഴിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ അത്ര പോലും വളരെ നന്നായിരിക്കുന്നു എന്നൊരു അഭിനന്ദനം, വളരെ രുചിയുണ്ട്, കൊള്ളാം എന്നൊരു വാക്ക് വായിൽ നിന്ന്. എന്നാൽ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, ഭാര്യയുടെ തന്നെ കഴിക്കത്തുള്ളൂ. പക്ഷേ നല്ല വാക്കുകൾ, അഭിനന്ദന വാക്കുകൾ പറയുന്നതിൽ പിശുക്ക് വരുത്താതിരിക്കുക, നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. അവരുടെ അവസരോചിതമായ കാര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് അഭിനന്ദനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക. നമ്മളല്ലാതെ ആരാ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളത്? രണ്ടാമത്തെ കാര്യമാണ്, ഭാര്യയെ ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രം തരം താഴ്ത്തരുത്. അവരൊരു ചെറിയ ആളല്ല. ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ ഭാര്യ 4-5 ദിവസമൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ദൈവമേ ഒന്ന് വന്നാൽ മതി, ഒരു ദിവസവും 2 ദിവസമൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. അപ്പോൾ ഒരു ഭാര്യ ഇല്ല എങ്കിൽ അത് ഭയങ്കര കാര്യം. മക്കളൊക്കെ ഉണ്ട്, മരുമക്കളുണ്ട്. പക്ഷെ എന്തെല്ലാം ചെയ്താലും ഒരമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ കാര്യങ്ങൾ ചെയ്ത് ക്രമപ്പെടുത്തി വെക്കും. ഒരു ദിവസം എന്തോരോ നടക്കുന്നത്, എന്തെല്ലാമാണ് ചെയ്യുന്നത്, എത്രമാത്രമാണ് അവർ സമയമാണ് അടുക്കളയിൽ ചെലവഴിക്കുന്നത്. നിന്ന് ചിലർക്കൊക്കെ വെരിക്കോസ് വെയിനും കാലുവേദനയും മുട്ടുവേദനയും നടുവേദനയും, എന്നാലും പരാതി ഇല്ലാതെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ ഒരു അടുക്കളക്കാരിയായിട്ട് തരം താഴ്ത്തരുത്. പിന്നെന്ത് ചെയ്യണം? പല പ്രശ്നങ്ങളും നമുക്ക് തലപുകഞ്ഞ് ആലോചിക്കുന്ന പല കാര്യങ്ങളും ഭാര്യനോടൊന്ന് പങ്കുവെച്ച് നോക്കും. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയും. അതൊരു മോശം അർത്ഥത്തിലല്ല, പെൺകോന്തനാണെന്നല്ല നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാര്യയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയിൽ വരുന്നതിനേക്കാൾ 100 ഇരട്ടി പോംവഴികളും പരിഹാരങ്ങളും സ്ത്രീകൾക്ക് വരും. അതാണ് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പനൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുന്ന, തലപൊക്കാൻ പറ്റാതെ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിലും ബിസിനസ്സൊക്കെ തകർച്ചയും കടബാധകളും മൂലം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിഷമങ്ങളിലൂടെ ഇരിക്കുമ്പോൾ അമ്മ പറയുന്ന ബുദ്ധി അനുസരിച്ച് നീങ്ങുമ്പോൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളൊന്നുകിൽ അവരെ തലവെക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ആലോചന ചോദിക്കാത്ത, അവരോട് ഷെയർ ചെയ്യാത്ത സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക. നമ്മൾ ഉദ്ദേശിക്കാത്ത പരിഹാര വഴികൾ നിർദ്ദേശിക്കുവാൻ ആർക്ക് സാധിക്കും? അതിനുള്ള കഴിവ് ദൈവം പ്രത്യേകമായിട്ട് മനഃശാസ്ത്രപരമായ ഒരനുഗ്രഹം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് അവരെ സമ്മാനങ്ങളും അനുമോദനങ്ങളും ഒക്കെ കൊടുക്കുക. നേരത്തെ പറഞ്ഞു അവരോട് നന്ദി
ഉള്ളവരായിരിക്കണമെന്ന് അഭിനന്ദനങ്ങൾ കൊടുക്കുകയും സമ്മാനങ്ങൾ, അതായത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തു, നമ്മുടെ ജീവിതത്തിലെ വിവാഹിതരുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയും, രണ്ടാമത്തെ കാര്യം ജന്മദിനം. അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, അവരുടെ ഫീസ്റ്റ്, അവരുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുടെയും മറ്റും ആ ദിവസങ്ങൾ ഓർക്കുകയും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യുക. നമ്മൾ വിചാരിക്കുമോ ഇതിലൊക്കെ എന്തിരിക്കണം എന്ന് പറയും. നമ്മൾക്ക് ഇത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ സ്ത്രീകൾക്ക് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെയാണെന്ന് അനുഭവം കൊണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനങ്ങളൊക്കെ ഓർത്ത് വെച്ച് കരുതി സസ്പെൻസായിട്ടൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക. അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ സമ്മാനങ്ങൾ കൊടുക്കുക, അനുമോദനങ്ങൾ കൊടുക്കുക, അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. 4ാമത്തെ കാര്യമാണ് ദുശീലങ്ങൾ ഒഴിവാക്കുക. അത് മദ്യമായാലും പുകവലി ആയാലും തെറ്റായ കൂട്ടുകെട്ടുകൾ സമയത്ത് വീട്ടിൽ വരാതിരിക്കുക. അവിടെ എവിടെയെങ്കിലും നാൽക്കവലകളിൽ തങ്ങി നിൽക്കുന്ന സ്വഭാവം, അശ്ലീല വീഡിയോകളും പോർണോഗ്രാഫി, സെക്സ്, ഇതെല്ലാം ചില തഴക്ക ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക. 2 വഞ്ചിയിൽ കാല് വെച്ച ഒരാൾക്ക് എന്തായാലും അധിക ദൂരം പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് രണ്ടും കൂടെ നടക്കത്തില്ല. ഭാര്യാഭർത്തൃ ജീവിതവും വേണം, പിന്നെ രഹസ്യത്തിലുള്ള ബന്ധങ്ങളും തെറ്റായ ജീവിത രീതികളും അശ്ലീല വീഡിയോ, ഇതൊന്നും കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. പലരുടെയും നഗ്നത കണ്ട് എന്ത് രസിക്കാനാണ്? ഇതിലെന്താ കാണാനുള്ളത്? എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ ഉള്ളത്. അത് നമ്മളെ മാനസിക രോഗികളാക്കി മാറ്റും. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ബലാത്കാരം പോലെയുള്ള അവസ്ഥകൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ കടന്നു വരികയും അതിനോട് അവർക്ക് വെറുപ്പ് ഉളവാകുകയും എന്നേക്കുമായിട്ട് നിങ്ങളെ തന്നെ വെറുക്കാനും ചിലപ്പോൾ ഡിവേഴ്സിലേക്കൊക്കെ പോകുന്ന, ഇതിനു വേണ്ടി മാത്രമാണോ ജീവിതം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് മദ്യപാനം, ധൂർത്ത്, ചീട്ടുകളി, ഇപ്പോൾ പുതിയ പരിപാടികൾ ഫോണിൽ കൂടെയുള്ള പരിപാടികളാണ്. ലക്ഷങ്ങളും കോടികളും കളയുന്നവരെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല കേസുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അങ്കമാലിയിൽ നിന്ന് വിളിച്ചിട്ട് കരച്ചിൽ കേട്ടാൽ സഹിക്കില്ല. ആ സഹോദരിയും 2 മക്കളും 2 കുഞ്ഞുങ്ങളും കൂടെ വീട്ടിൽ, ഭർത്താവ് ഒരുപാട് പേരുടെ വിസയുടെ കാശും മേടിച്ചിട്ട് പിന്നെ അതെല്ലാം ഈ ഫോൺ വഴിയുള്ള ചീട്ടുകളിയിൽ പണം ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ ചെയ്തിട്ട് ലക്ഷങ്ങൾ പോയി. ഇപ്പം പൈസ മേടിച്ചവരൊക്കെ വീട്ടിൽ വരുന്നു. ഇയാളാണെങ്കിൽ വേറെ രാജ്യത്തേക്ക് കടന്നു കളഞ്ഞു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എന്തിനായി കുറുക്ക് വഴികൾ അന്വേഷിക്കുന്നത്? ഇപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും കണ്ണിൽ നിന്ന് വരുന്നത് രക്തക്കണ്ണ് നീരാണ്. എന്ത് പറഞ്ഞു കൊടുക്കും, എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയില്ല. പൈസ കൊടുത്തവൻ വെറുതെ ഇരിക്കുമോ? അതുകൊണ്ട് കുറുക്ക് വഴികൾ തേടി പോകണ്ട. ഒരിക്കലും മനസാക്ഷിയുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഭാര്യയും ഭർത്താവും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ദുശീലങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൻ്റെ സ്വത്ത്, വഴികൾ, സമാധാനം എല്ലാം നശിപ്പിച്ച് കളയും. തെറ്റായ ബന്ധങ്ങൾ മാറ്റുക. ജീവിക്കാൻ ഒരാൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേറൊരാൾ, അത് നല്ല സ്വഭാവമല്ല. അധികം നാൾ ആ നിലയിൽ മുന്നോട്ട് പോകത്തില്ല, പൊട്ടിത്തെറികൾ ഉണ്ടാകും. 5ാമത്തെ കാര്യമാണ്, 5ാമത്തെ പോയിൻ്റാണ് ഭാര്യയെക്കുറിച്ച് അഭിമാനത്തോടും മതിപ്പോടും കൂടെ മാത്രം സംസാരിക്കുക. അതായത് അവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് കൊടുക്കുക. ഒരു സ്ത്രീക്ക് വേണ്ടത് സുരക്ഷിതത്വ ബോധമാണ്. നേരത്തെയൊക്കെ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് ഭാര്യയും 3 മക്കളും, ഇപ്പോൾ 2 മക്കൾ വിവാഹം കഴിച്ചു. ഇനി ഏറ്റവും ഇളയ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ വിളിക്കൊണ്ട്, അന്ന് എനിക്ക് ഈ മനഃശാസ്ത്രം അറിയില്ലായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി നിർത്തിയൊക്കെ എടുക്കും. വീണ്ടും ഇറങ്ങിയാ പോയാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാൻ ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മേലിൽ വിളിച്ചു പോകരുതെന്നും പറഞ്ഞ്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, സ്ത്രീക്ക് എന്താണ് വേണ്ടത്? സുരക്ഷിതത്വ ബോധം. അവൾക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഡ്രൈവറുണ്ട്, ബന്ധുക്കളുണ്ട്, വീട്ടുകാരുണ്ട്, മക്കളുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിനെ. അതുകൊണ്ടാണ് എവിടെ പോയാലും അവൾ നിന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കുറവായിട്ട് എടുക്കരുത്. സ്ത്രീയുടെ സുരക്ഷിത ബോധത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇന്നടത്തെത്തി, ഒന്ന് ക്ഷമയോടെ പറഞ്ഞാൽ ഒന്നും പോകാനില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ഒന്ന് പറയും. എന്തൊരു സന്തോഷം
സന്തോഷമാണെന്നറിയാമോ? കുടുംബജീവിതത്തിൻ്റെ ആ ചവിട്ടുപടികൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വളർച്ചയുടെ പടവുകളായി അത് തീരും. നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ തോന്നുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കൂടെയുള്ള വിളിയും അല്ലെങ്കിൽ ശല്യമായിട്ട് തോന്നുന്ന അവസ്ഥകളും ഉണ്ടാകാതിരിക്കും. അതുകൊണ്ടൊരു നല്ല വാക്കോടെ എത്തി പോയി വന്ന് എന്നൊക്കെ പറയുമ്പോൾ, കാരണം അവൾക്ക് വേണ്ടത് സുരക്ഷിതത്വ ബോധമാണ്, അവൾക്ക് വേറെ ആരുമില്ല. അതുപോലെ അവൾക്ക് നീ സുരക്ഷിത ബോധം കൊടുത്താൽ, സ്ത്രീക്ക് വേണ്ടത് സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. പുരുഷനൊരു സെക്ഷൽ ഇൻസ്റ്റിക്റ്റാണ്, പുരുഷന് വേണ്ടത് സെക്സ് ആണ്. അപ്പോൾ പുരുഷന് സെക്സ് ചെയ്യാൻ സ്നേഹമൊന്നും വേണമെന്നില്ല, സ്നേഹമില്ലെങ്കിലും അത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് അവൾ നിന്നെ അന്വേഷിക്കുന്നത് കൂടുതൽ നന്മക്ക് വേണ്ടിയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. 6ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. അവൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളതിന് സംതൃപ്തി കാണിക്കുക. നല്ലതാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതാണ്, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ മടി കാണിക്കാതിരിക്കുക. പിന്നെ അതിൻ്റെ സംതൃപ്തി പ്രകടിപ്പിക്കുന്നതും, ഒരു തൃപ്തി നിൻ്റെ മുഖഭാവത്തിലും ജീവിതത്തിലും ഉണ്ടാകുക. പിന്നെ ഒന്നും നോക്കണ്ട, വെച്ചടി കയറ്റമായിരിക്കും. പിന്നെ 7ാമത്തെ പോയിൻ്റാണ് ഭാര്യയുമൊത്ത് ഒന്നിച്ച്, കുടുംബത്തോടൊന്നിച്ച് പ്രാർത്ഥിക്കുക. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭക്തി മാർഗമാണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാർഗം. സ്ത്രീക്ക് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥനയും ഭക്തി കാര്യങ്ങളുമായിട്ട് ഇരിക്കാൻ ഒരു മടുപ്പും കാണത്തില്ല. ചിലപ്പോൾ പിന്നെ നോക്കുമ്പോൾ ആ ഭക്തിമാർഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു അംശം പോലും കണ്ടെന്ന് വരത്തില്ല. പക്ഷേ അങ്ങനെ അവരുടെ മനസ്സാണ്. സ്ത്രീ ഭക്തി മാർഗമാണ്, പുരുഷൻ പ്രവൃത്തി മാർഗമാണ്. അതുകൊണ്ട് ഭക്തപരമായ അനുഷ്ഠാനങ്ങളിൽ അവരോടൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും എന്തൊരു സന്തോഷം, എന്തൊരു തൃപ്തിയായിരിക്കും എന്നറിയാമോ? ഞാനൊക്കെ ഓർക്കും, എൻ്റെ അപ്പനൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം പങ്ക് അമ്മക്ക് കൊടുക്കുമായിരുന്നു. നമ്മളെ കാണിക്കാൻ വേണ്ടി പറയും, എന്തിനാ അങ്ങോട്ട് തിന്നാൻ വേണ്ടി പാടില്ല, എന്ത് തന്നാലും ഈ ബാക്കി വെച്ചിട്ടൊന്നും. പക്ഷേ പിന്നീട് ഒരിക്കലാണ് അപ്പൻ അമ്മയായിട്ട് വഴക്കിട്ടിരിക്കുന്ന സമയത്ത് അപ്പം മുഴുവൻ കഴിച്ചു കളഞ്ഞു, അന്ന് ബാക്കി വെച്ചില്ല. പക്ഷേ അത് കുറച്ച് ദിവസത്തേക്ക് തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥയും പിരിമുറുക്കവും ഉണ്ടാക്കി. പിന്നെ പഴയതുപോലെ അപ്പൻ്റെ പങ്ക് അമ്മക്ക് വെക്കുമ്പോൾ, അപ്പോൾ അതെല്ലാം അവസരങ്ങൾക്കനുസരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പെരുമാറുക. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് വിശുദ്ധ തെരേസയൊക്കെ പറയുന്ന ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുമെന്നുള്ള ചൊല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകുക. അല്ലാതെ വീട്ടിൽ അടുക്കളപ്പട്ടീനെ പോലെ കിടക്കാൻ വേണ്ടി ഉള്ളവരല്ല. അവരെ നിങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ, സ്നേഹിക്കുന്നതിൻ്റെ, അവരുടെ വിചാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകുക. ഇപ്പോൾ എനിക്ക് സിനിമ കാര്യങ്ങൾ അങ്ങനത്തെ എൻ്റെ പലർക്കും പല ഹോബിയാണല്ലോ. സിനിമ ഒരു ഹോബിയാണ്, ക്രിക്കറ്റ് കളി, പന്ത് കളി, വായന, വീഡിയോ കാണുക, അങ്ങനെ പലതരം ഹോബികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് സിനിമ അങ്ങനത്തെ കാര്യങ്ങളോട് ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എനിക്ക് അപൂർവം സിനിമകൾ, നല്ല ഒന്നുകിൽ കാശ് കൊടുത്തിട്ട് കരയാനൊന്നും പോകുന്ന പരിപാടി, ഇടിയും തല്ലും കൊല്ലും ഒന്നും എനിക്കിഷ്ടമല്ല. അതേസമയം നല്ല കുടുംബ ചിത്രങ്ങളോ നല്ല ഹാസ്യ ചിത്രങ്ങളോ ആണെങ്കിൽ പറയാനില്ല. അല്ലെങ്കിൽ ഞാൻ പോയാലും അവിടെ ഇരുന്ന് ഉറങ്ങും. എന്തിനാ വേഷം കെട്ടണമെന്ന് വയ്ക്കുക? കാരണം എൻ്റെ ഭാര്യയും മക്കളും മനുഷ്യർ തന്നെയാണ്, അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അവരൊരു ഉപകരണങ്ങളല്ല. നമ്മളൊരു കസേര എടുത്ത് അവിടെ വെച്ചാൽ അത് അവിടെ ഇരുന്നോളൂ, ഒരു മേശ എടുത്തിട്ട് അവിടെ ഇരുന്നോളൂ, ഒരു പൗഡർ ടിന്ന് വെച്ചാൽ വീണ്ടും എടുക്കുന്നത് വരെ അത് അവിടെ ഇരുന്നോളൂ. പക്ഷേ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള വ്യക്തികളാണ്. അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അവരെ നമ്മൾ മാനിക്കണം, അവരുടെ അവകാശങ്ങൾ നമ്മൾ തിരിച്ചറിയണം, അവരുടെ ഹോബികൾ നമ്മൾ തിരിച്ചറിയണം, അവരെ സപ്പോർട്ട് ചെയ്യണം. നമ്മളല്ലാതെ ആരാ ഉള്ളത്? അപ്പോൾ അങ്ങനെയൊക്കെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ, ഒന്നിച്ച് യാത്രകൾ ചെയ്യാൻ, ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഒരുമിച്ച് ഭക്ഷണമൊക്കെ എപ്പോഴും കഴിക്കാൻ, അധികം പുറത്തൊന്നും കഴിക്കുന്നതൊന്നും നല്ലതല്ല. പല ഹോട്ടലുകളുടെയും അടുക്കളകൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയ പല അവസരങ്ങൾ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പല ഫീൽഡുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ആര്യഭവൻ അതുപോലെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ കാറ് സർവീസിനായിട്ട്, ആര്യഭവനല്ല കേട്ടോ,
കാറ് സർവീസിന് കൊടുത്തപ്പോൾ അതിൻ്റെ ബാക്ക് വശത്താണ് ഈ സ്ഥാപനത്തിൻ്റെ അടുക്കള. അപ്പോൾ അന്നത്തോടുകൂടി ആ സ്ഥാപനത്തിൽ കയറലും അതുപോലെയുള്ള സ്ഥാപനങ്ങളോടുള്ള എൻ്റെ ആരാധന പോയി. കാരണം കൊണ്ടുവന്നിട്ട പാത്രങ്ങളിലൊക്കെ ഈ തുരപ്പനും എലിയും കയറി മറിഞ്ഞ് വേസ്റ്റുകളും കഴുകാനിരിക്കുന്നവൻ ഏതാണ്ട് ഒപ്പിച്ചൊപ്പിച്ച് കടത്ത് കഴിച്ച് ഇങ്ങനെ മുക്കിയെടുത്ത് വലിച്ചെറിഞ്ഞിടുന്നതായിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ച ഓർക്കുകയാണ്. തിരക്കൊക്കെ കൂടുമ്പോൾ അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇനി ഉപയോഗിക്കുന്ന മസാലകളും സാധനങ്ങളും. അപ്പോൾ മനുഷ്യനാണ് വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ ഇനി കുടുംബത്തോടൊന്നിച്ച് പുറത്തൊക്കെ പോയി നമ്മുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. സ്ഥിരമായിട്ട് പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ വില കൊടുത്ത് നിങ്ങൾ ക്യാൻസർ പോലെയുള്ള പേര് കേട്ട വലിയ വലിയ രോഗങ്ങളെ സൗജന്യമായിട്ട് വാങ്ങുകയായിരിക്കും. വീട്ടിൽ ഉള്ളവർ ഭാര്യയായാലും അമ്മയായാലും എതിർപ്പുകളൊക്കെ കാണിക്കുമ്പോൾ അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഇന്ന് ഞാൻ നാളെ നീ എന്ന കഥ ഈ കാര്യത്തിൽ വായിക്കേണ്ടി വരും. എന്താണ് വന്നു കയറുന്നതെന്ന് അറിയില്ല. കാരണം ആയുർവേദത്തിലൊക്കെ ഇങ്ങനെയാണ്, വയറ് ശരിയായിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും ശരിയാണ് എന്നാണ് പറയുന്നത്. വയറ് ശരിയല്ലെങ്കിൽ മറ്റു പലതും വന്നു കയറും. അപ്പോൾ ഈ കാര്യം കൂടെ മാനിക്കുക, ഒന്നിച്ച് പുറത്തു പോവുക. അതുപോലെ രോഗാവസ്ഥയിലൊക്കെ അവർക്ക് ശുശ്രൂഷ ചെയ്യുക. ഇതിൽ വരുന്ന കാര്യം ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കുക. അതുപോലെ രോഗാവസ്ഥയിൽ ഭാര്യയ്ക്ക് വയ്യെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നവരും തെറി വിളിക്കുന്നവരും പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ പറഞ്ഞ ഇതാണ്, ബ്ലീഡിങ് മാറാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഭർത്താവ് ഒരു അഡ്മിറ്റായ ആശുപത്രിയിൽ പൊക്കമുള്ള തലയിണ ഇല്ല, അവൾക്ക് തലയിണ ഒരെണ്ണം കൊണ്ടുവരാമോ എന്ന് പറഞ്ഞ് പുതപ്പും കൊണ്ടുവരാമെന്ന് വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മയാണ് മരുന്നിന് കൊണ്ടുപോയത്. ഇവൻ തലവണയും പുതപ്പെല്ലാം കൊണ്ടുവന്നു മേത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് വേഷം കെട്ടാണ്, അഭിനയമാണ്, ഇവക്കൊന്നും ഒരു അസുഖമില്ല, ഇത് തട്ടിപ്പാണ്, പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കുലുക്കിപ്പറിച്ച് ആശുപത്രിയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി. അവർ പറഞ്ഞു ഒന്നും അങ്ങനെ വരാറില്ല. പക്ഷേ ഒരിക്കൽ ഈ അസുഖം വന്ന് ഒരു ബ്ലീഡിങ് വന്ന് മാറാതെ ആയപ്പോഴാണ് ആശുപത്രി ഡോക്ടർ നിർബന്ധിച്ച് അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര വയലൻ്റ് സീൻ. ഇതൊക്കെ ഒരു സ്ത്രീയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. സ്ത്രീ ഹൃദയം അങ്ങനെ അത്രയ്ക്ക് ലോലമാണ്. വലിയ കഥയും വർത്താനമൊക്കെ പറയുമെങ്കിലും ഒന്നുമില്ല. അത് മനസ്സിലാക്കാൻ ഭർത്താവിനല്ലാതെ ആർക്കാണ് സാധിക്കുക. അപ്പോൾ ഒരു ഉത്തമ ഭർത്താവായിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഭാര്യയെക്കാളധികം അമ്മയോ അപ്പനെയോ പെങ്ങളെയോ വീട്ടുകാരെയോ നിങ്ങളെ സഹായിച്ചവരെയോ അയലൊക്കത്തെ ചേച്ചിയോ പൊക്കാൻ നിന്ന നമ്മുടെ ജീവിതം പോക്കാണ്, പൊട്ടിത്തെറിയാണ്. ഒരു കാലത്ത് സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. അവരൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി സഹായിച്ച് പഠിപ്പിച്ചു. ഓക്കെ, ഇതാ വിവാഹം കഴിഞ്ഞാൽ നിങ്ങളൊന്നാണ്. അതുകൊണ്ട് നീ അവളും അവൾ നീയുമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനും ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ഭക്ഷിക്കണം, ഒന്നിച്ച് നിർത്തണം. അപ്പനും അമ്മയ്ക്കും വീട്ടുകാർക്കും പെങ്ങൾക്കൊക്കെ എവിടം വരെ ആ വാതിലിൻ്റെ അവിടം വരെ വരാം. അതിൻ്റെ ഈ മുറിക്കകത്തോട്ടുള്ള കളി അത് നിങ്ങളാണ്. അതായത് ഗോളടിക്കാൻ കളിക്കാർക്കാണ് അനുവാദം, പന്ത് കളിക്കാർക്കാണ്. ഉദ്ഘാടനം ചെയ്യാൻ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അനുവാദമുണ്ട്. ഗോളടിക്കണമെന്ന് ആര് തീരുമാനിക്കണം? കളിക്കാരൻ തന്നെ ശ്രമിക്കുകയും തീരുമാനിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളിൽ മക്കളായാലും മരുമക്കളായാലും കയറി ഇടപെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അത് കയ്യോടെ അവസാനിപ്പിക്കുക. അത് നാറ്റക്കേസാണ്. ആര് കേട്ടാലും ഒരു മെനയില്ല. നിങ്ങളെ ഒരിക്കലും പക്ഷം പറയത്തില്ല. മക്കളൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. 2025 ജീവിക്കുന്നതെന്ന് ഓർക്കുക. അമ്മ ചാടിക്കയറി കാറിൻ്റെ ഡ്രൈവറിൻ്റെ ഡോറിലിരിക്കണ്ട, സീറ്റിലിരിക്കണ്ട. മരുമോള് പറയണേണ് മകൻ അമ്മ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അല്ലാതെ ഞാനാ വളർത്തിയത് നോക്കിയെന്നും പറഞ്ഞിട്ട് ചാടിക്കയറി എല്ലാത്തിലും അമ്മ നിയന്ത്രണം. ഇത് പട്ടമല്ല ചരട് വെച്ച് നിയന്ത്രിക്കാൻ. അല്ലെങ്കിൽ പിന്നെ വിട്ടുകൊടുക്കത്തില്ല, തിരിച്ചടി തുടങ്ങുന്ന അവസ്ഥ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അതുപോലെ ഭർത്താവും ഈ കാര്യം കൂടെ ആഗ്രഹിക്കുക. ദൈവം കഴിഞ്ഞാൽ ഭാര്യ കഴിഞ്ഞ് അപ്പനും അമ്മക്കും കൂടപ്പിറപ്പങ്ങൾക്കും. ഇനി കുഞ്ഞുങ്ങളുണ്ടായാൽ 1-ാം സ്ഥാനം ദൈവം, 2-ാം സ്ഥാനം ജീവിത പങ്കാളി, 3-ാം സ്ഥാനം മക്കൾ, അത് കഴിഞ്ഞ് അപ്പനും അമ്മയ്ക്കുള്ള. അപ്പനും അമ്മനും പുറത്താക്കണമെന്നല്ല. അവിടെ ജീവിക്കേണ്ട സമയത്തൊക്കെ അവർ ജീവിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അമ്മ വിധവയാണെന്നും പറഞ്ഞ് അമ്മേനെ തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പനുണ്ടായ സമയത്ത് അമ്മ ജീവിച്ചില്ല, അമ്മേനെ നോക്കണം. മാതാപിതാ ഗുരു ദൈവം, ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. പക്ഷേ ഭാര്യ ഇരിക്കേണ്ട സ്ഥാനത്ത്, ഭർത്താവ് ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആരെയും കയറി ഇരുത്തരുത്. അവരുടെ അഭിപ്രായങ്ങൾ വെച്ച് കുടുംബത്തിലെ ചരട് വലിച്ചാൽ കുടുംബം നരകമായി തീരും. നിങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കണം. 8-ാമത്തെ കാര്യമാണ് അഭിപ്രായ ഭിന്നതകൾ. കുട്ടികൾ
കേൾക്കാതെ തുറന്ന് പറഞ്ഞ് അവസാനം നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ തീർക്കുക. മക്കളെ എല്ലാ കാര്യത്തിലും ഇടപെടുത്തിയാൽ അവസാനം നിങ്ങളെ രണ്ടിനെയും കാലെ പിടിച്ച് അവർ മക്കൾ നിങ്ങളെ താഴെയിടും എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പൻ്റെ പക്ഷം അമ്മയുടെ പക്ഷം കിട്ടിയെന്നും പറഞ്ഞ് ഇപ്പം നിങ്ങൾ മിടുക്കരായെന്ന് വിചാരിച്ചിരിക്കും. അപ്പനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് മക്കളോട് കുറ്റം പറയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഈ മക്കളെ ഒരിക്കലും സ്വന്തമായിട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമുകളിൽ വെച്ച് മക്കൾ ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ഉള്ളപ്പോൾ ഒച്ചയും ബഹളവും ഇല്ലാതെ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. മക്കളെ അതിൽ ഇടങ്കോലിടാൻ അനുവദിക്കരുത്. മക്കളെ തലേ കയറ്റി വെച്ചാൽ മക്കളെ ആക്കരുത്. ഭർത്താവ് ഭരിക്കുന്നവൻ, ഭാര്യ ഭാരം വഹിക്കുന്നവൾ. അത് കഴിഞ്ഞുള്ള സ്ഥാനം മക്കൾക്കുള്ളൂ. ഈ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അവരാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. എഴുതിത്തരാം. കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഞാനിങ്ങനെയുള്ള മേഖലയിൽ പ്രാർത്ഥനയും ശുശ്രൂഷകളുമായിട്ട് കണ്ടുമുട്ടുന്ന പല അനുഭവങ്ങളും, അതുപോലെ ദമ്പതികൾക്ക് വേണ്ടിയുള്ള പല ക്ലാസ്സുകളിലും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പല പ്രോഗ്രാമുകളിലും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള കണ്ടുമുട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ നായ കയറി ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ അപ്പനും അമ്മയും ഒരുമിച്ച് തീരുമാനമെടുക്കേണ്ട, ആലോചിക്കേണ്ട കാര്യങ്ങൾ അവിടെ മക്കളെ കയറ്റിയിരുത്തരുത്. മക്കളെ അറിയിക്കേണ്ട പ്രായത്തിനനുസരിച്ചുള്ള അറിവുകളും കാര്യങ്ങളും മാത്രം അവരെ ഇടപെടുത്തുകയും അറിയിക്കുകയും ചെയ്യുക. അവരെ ഒഴിവാക്കണമെന്നല്ല, കുട്ടികളെ തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കണം. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ ഭാര്യാഭർത്തൃ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മക്കളെ ഇടങ്കോലിടാൻ അനുവദിച്ചാൽ ഈ കുടുംബം ഇന്നല്ല ഇപ്പോഴേ ആരംഭിക്കും. ഭാവിയിൽ അവരും ദുർമാതൃകയും അവരുടെ കണ്ണുനീരുകളും അവരുടെ വിവാഹ തകർച്ചകളും കാണേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട 8 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കേട്ടത്. അങ്ങനെ ഒരു നല്ല ഭർത്താവായി നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാനുള്ള നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആഗ്രഹത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം പദവികൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ഭാര്യയെ തൃപ്തിപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുകയും ഉയർത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അതൊരു കുറച്ചിലല്ല, നാണക്കേടല്ല. നമ്മൾ 2025 ജീവിക്കുന്നതെന്ന് ഓർക്കുക. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് ഉള്ളത്. അല്ലാതെ സ്ത്രീ അവിടെ കാലും ചുവട്ടിൽ കിടന്ന് കിട്ടണതും തിന്ന് പറയണമനുസരിച്ച് അങ്ങനെ നിന്നു. അതല്ല, കളി മാറും. പണ്ടത്തെ രീതിയല്ല. ഇന്ന് അതിനൊക്കെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒത്തിരി നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കുകയും പരസ്പരം ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. മരിച്ചിട്ടല്ല അഭിനയിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ പെരുമാറുക. അങ്ങനെ ഒരു ഉത്തമമായ ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ഈ 8 നമ്മൾ കേട്ട ഈ 8 ഗുണങ്ങളും അതിൻ്റെ തിരിച്ചറിവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കമൻസുകളും മെസ്സേജുകളും എല്ലാം നിങ്ങൾ അയക്കുക. നിങ്ങൾക്കിത് ഈ പ്രോഗ്രാം അനുഭവേദ്യമാണോ, ഇത് ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ചേട്ടന്മാർക്ക്, നിങ്ങളുടെ അനുജന്മാർക്ക്, കല്യാണം കഴിക്കാനിരിക്കുന്നവർക്ക്, കല്യാണം കഴിച്ച് ഇരിക്കുന്നവർ, ചിലർ പറയും പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിയെന്ന്. അത് തോന്നല. ജീവിക്കേണ്ട പോലെ ജീവിക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. ഒരു കണ്ണും കെട്ടുന്നില്ല. അതായത് അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും സ്വാർത്ഥതയും എല്ലാം മാറ്റി എൻ്റെ എന്നുള്ള സ്ഥാനത്ത് ഞങ്ങളുടെ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. പണ്ടത്തെ പോലെ അഴകുഴമ്പനായിട്ട് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം, ആരെക്കൂടെ വേണമെങ്കിലും ആടാം, എന്ത് വേണമെങ്കിലും ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക എന്നും പറഞ്ഞ് രാജാവ് കളിക്കാൻ നായകനാകാൻ നോക്കിയാൽ ഇവിടെ നായകനും കളിക്കും പറ്റിയ കാര്യമല്ല. കാരണം ഇതിൽ കൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും തലമുറകളും അതിനേക്കാൾ വലിയ ക്രമക്കേടുകളിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ. ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ നമുക്കിങ്ങനെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കാം. ഒരു ഉത്തമ ഭർത്താവായിട്ട് ജീവിക്കാം. അതിനുള്ള പെരുമാറ്റം, അതിനുള്ള സ്വഭാവ വിശുദ്ധി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.